റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, പി തങ്കച്ചനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെയൊക്കെ അനുസ്മരിക്കുകയാണ്. പുതുതലമുറ നേതാക്കൾക്ക് അദ്ദേഹം ഒരു ദീർഘദർശനത്തോടെ പ്രവർത്തിച്ച ഒരു മുൻഗാമിയാണ്. എന്നാൽ ഒപ്പമുണ്ടായിരുന്ന AK ആന്റണി അടക്കമുള്ള ആളുകൾക്ക് ഒരു ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ട അതിന്റെ വിയോഗത്തിന്റെ ഒരു വേദനയാണ്. പി തങ്കച്ചനെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ കേരളം അടയാളപ്പെടുത്തുക? റോഷിപാൽ. സുജയ, പി തങ്കച്ചൻ എന്ന രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ജനപ്രതിനിധിയായി ഉയർന്നു വന്നതാണ്. നേരെ ഒരു MLA ആയോ അല്ലെങ്കിൽ ഒരു MP ആയോ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതല്ല. അത് പ്രാദേശിക തലത്തിൽ കോർപ്പറേഷൻ കൗൺസിലറായി, കോർപ്പറേഷൻ മേയറാവുന്നു. അങ്ങനെ ആ തരത്തിൽ പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് അതിന്റെ ഒരു പരിചയ സമ്പത്തിലൂടെയാണ് സംസ്ഥാന തലത്തിൽ ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദീർഘകാലം, ഒരുപക്ഷെ UDFന്റെ ചരിത്രത്തിൽ ഇത്രയും ദീർഘകാലം കൺവീനർ പദവിയിൽ തുടർച്ചയായിരുന്ന നേതാവ് പി തങ്കച്ചൻ ആയിരിക്കും. അങ്ങനെ കുറച്ച് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ ദീർഘകാലമായി മുന്നണിയെ നയിക്കുക. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതാപകാലത്തും UDFന്റെ പതനകാലത്തിലൊക്കെ, അത് കരുണാകരൻ DAC രൂപീകരിച്ച ഘട്ടത്തിലൊക്കെ UDF വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടമാണ്. ആ കാലത്തൊക്കെ ഈ മുന്നണി അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുപോ അതൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോയ ഒരു മികവ്, അങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള മികവൊക്കെ പി തങ്കച്ചിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ദീർഘകാലം നേരത്തെ പറഞ്ഞ കോർപ്പറേഷൻ ചെയർമാനാകുന്നു, പിന്നീട് പെരുമ്പാവൂരിൽ നിയമസഭയെ പ്രതിനിധീകരിക്കുന്നു, സ്പീക്കറാവുന്നു ദീർഘകാലം. അങ്ങനെ പാർലമെന്ററി രംഗത്തായാലും അതിനൊപ്പം തന്നെ സംഘടനാ രംഗത്തായാലും മികവ് തെളിയിച്ചു എന്നതാണ് പി തങ്കച്ചൻ. നേരത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ അനുസ്മരിച്ചതുപോലെ സൗമ്യതയാണ്, പക്ഷെ എന്നാൽ പോലും അതിനപ്പുറത്തേക്ക് സംഘാടക മികവ് കൂടി പി തങ്കച്ചനുണ്ടായിരുന്നു. UDF കൺവീനർ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ നയിച്ചു. അത് ചെയർമാനേക്കാൾ കൂടുതൽ ഒരു കരുത്തനായ പി തങ്കച്ചന് വിട നൽകുകയാണ് രാഷ്ട്രീയ കേരളം. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 4:30 അദ്ദേഹത്തിന്റെ അന്ത്യം. ദീർഘകാലം UDF കൺവീനറായും മന്ത്രിയായും MLA ആയും സ്പീക്കറായും KPCC അധ്യക്ഷനായും ഒക്കെ പ്രവർത്തിച്ച മുതിർന്ന നേതാവാണ് വിട വാങ്ങിയിരിക്കുന്നത്.